വർഗീയ വിഷം തുപ്പുന്ന ഈ കേരളത്തില് ഇല്ലാത്ത മോശപ്പെട്ട കഥകൾ പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി എന്നതിന്റെ പേരിൽ സിനിമ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേരളത്തില് ഇതൊന്നും വില കൊള്ളൂല, വില പോകാത്ത കേരളത്തില് വർഗീയ വിഷം ചേറ്റുന്ന സംഘടനകളും പാർട്ടികളും ഇതിന് വേണ്ടി തുനിയുമ്പോ ഒരു മുസ്ലിമായ ഒരു പണ്ഡിതനെ കുറിച്ച് ഹോമല എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് പോയി, എന്റെ വാപ്പ മരിച്ചപ്പോ ഇത്രയും എനിക്ക് വിഷമമായിട്ടില്ല, എന്റെ ഉമ്മ മരിച്ചപ്പോ ഇത്രയും ഞാൻ നിന്നിട്ടില്ല. അത്തിപ്പറ്റ ഉസ്താദിന്റെ വാപ്പയാണ്, അത്തിപ്പറ്റ ഉസ്താദ് എന്റെ ഉമ്മയാ, എനിക്കെല്ലാം അത്തിപ്പറ്റ ഉസ്താദായിരുന്നു. രാജ്യത്ത് നിന്ന് നല്ലയിലുള്ള അത്തിപ്പറ്റ ഉസ്താദ് നാട്ടിലേക്ക് വന്നാൽ ലഗേജ് പൊട്ടിച്ചാൽ ആദ്യത്തെ അതേ ഓമലയുടെ വീട്ടിലേക്കാണ്. ഓമല എന്ന് പറയുന്ന പെണ്ണ് രോഗിയായി കിടന്നപ്പോ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചത് അത്തിപ്പറ്റ ഉസ്താദാണ്. ദിവസത്തിൽ 2 തവണ നടന്നുപോയി ആ പെണ്ണിന്റെ ആരോഗ്യ സന്ദർശനം നടത്തുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾക്കുള്ള പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണത്തിന് പണം കൊടുത്തത്, കല്യാണ ചെലവിന് പണം കൊടുത്തത് അത്തിപ്പറ്റ ഉസ്താദ്. ചാനലുകളുടെ മുന്നിൽ ഓമല വിളിച്ചു പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റിയൽ കേരള സ്റ്റോറിയായത് മാറുമ്പോ അത്തിപ്പറ്റ ഉസ്താദിന് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? മരിക്കുമ്പോ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് വിഷം കിട്ടുന്ന ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്ന ഈ കേരളത്തിലുള്ള 1% ജനങ്ങളോട് പറയട്ടെ, വാഴക്കാടിലുള്ള അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹുവേ, അത്തിപ്പറ്റ ഉസ്താദിന് തങ്ങൾക്കുള്ള വീട്ടിലേക്ക് അമ്പലത്തിന്റെ മതിൽ കെട്ട് പൊളിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ റോഡ് പണിത് കൊടുത്തത് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളാണ്. കാരണം എന്ത്? അത്തിപ്പ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അയൽക്കാരത്രയും ചേർത്ത് പിടിച്ചു, അത്രത്തോളം സഹിച്ചു. അവിടെ മുസ്ലിമാണോ അമുസ്ലിമാണെന്നോ പറയാതെ, വർഗീയം കാണാതെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചേർത്ത് പിടിച്ചപ്പോ അല്ലാഹു മഹാനായ കണ്ണിയത്തിന് കൊടുത്ത മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസൃതമായ മരണമാ. ആ മരണം നിനക്ക് കിട്ടണമെങ്കിൽ അയൽവാസികളെ ചേർത്ത് പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാ യമൂതു ഇല്ലാ വലിസാനു വലാ സദരി മിനൽ മത്ശ്. ഒരു വാക്കുകൊണ്ട് നീ വേദനിപ്പിച്ചാൽ, ഒരു വാക്കുകൊണ്ട് നീ വിഷമിപ്പിച്ചാൽ, ദാഹിച്ച് മരിക്കുന്ന നേരത്ത് നിന്റെ നാവ് നെഞ്ചകത്തേക്ക് വീണ് പട്ടി ചത്ത് കിടക്കും പോലെ ചത്ത് കിടക്കുകയാണ്. ഒരു വാക്ക് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനെ അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹു ആസന തിരിച്ചിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മദീന പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മദീന പള്ളിക്കാട്ടിൽ നിന്ന് ഭയങ്കര ബഹളം, ഒച്ചപ്പാട്, അല്ലാത്ത ഖബറിന്റെ അകത്തളത്തിൽ നിർത്തിക്കുന്ന ആളത്തിന്റെ ആളിപ്പടരിൽ, പൊട്ടിക്കരച്ചിൽ, വേദനിക്കുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു സങ്കടകരമായ അവസ്ഥ ഖബർസ്ഥാനിൽ നിന്ന് കേൾക്കാം. റസൂലുള്ളാഹി ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മരെ ആരെ ഖബറെന്ന് അന്വേഷിച്ചിട്ട് വരണം. ആണും നല്ല മനുഷ്യരാണെങ്കിൽ ഞങ്ങളെ പോയി പൊറുക്കല് തൊടാം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഗം ഓടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഓടി ആ ഖബർ കണ്ടു. അതേ സ്പീഡിൽ ഖബർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമറിനോട് ചോദിച്ചു, ഉമറേ, എന്തിനാണ് ഉമറേ നീ കരയുന്നത്? കരയാനുള്ള കാര്യം എന്ത്? മഹാനായ ഉമർ പറഞ്ഞു, നബിയേ, ഞാൻ വെറുതെയല്ല നബിയെ കരയുന്നത്. ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥയെ കണ്ടിട്ടാണ് നബിയെ ഞാൻ കരയുന്നത്. കാരണമെന്ത്? നിങ്ങളുടെ പിന്നാമ്പുറത്ത് മഅ്മൂമായി നിസ്കരിച്ച, ഖുർആൻ ഓതി, സൽക്കർമ്മങ്ങൾ ചെയ്ത, ഒരുപാട് നന്മകൾ ചെയ്ത ഒരു മനുഷ്യന്റെ ഖബറാണ് നബിയേ. നല്ല ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഖബറിന്റെ പൊട്ടിക്കരത്തിൽ കേൾക്കുമ്പോൾ എങ്ങനെ കരയാതെ? കരുണക്കടലായ മുത്തുനബി
നേരെ ഓടുകയാണ്. ആ ഖബറഞ്ചാരത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. ആ ഖബറാളിക്ക് സലാം പറഞ്ഞ ഒരു യാസീൻ ഓതി. ആ ഓതുന്ന സമയത്ത് ഒരു കരച്ചിലുമില്ല, നരകത്തിന്റെ തീപ്പടലങ്ങളില്ല, അട്ടഹാസങ്ങളില്ല, ഒന്നുമില്ല. മാഷാ അല്ലാഹ്, നല്ല രീതിയിൽ യാസീൻ ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും കേൾക്കുന്നു. ആ മനുഷ്യന്റെ പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാ. സഹിക്കാൻ പറ്റിയില്ല. മുത്തുനബി അങ്ങനെയല്ലേ, കാരുണ്യത്തിന്റെ വിളക്ക് നാണമല്ലേ, റസൂലുള്ളാഹി ഖാതിമുൽ ഹബീബുല്ലാഹി കാമിൽ റസൂലുള്ളാഹി ഖാതിമുൽ ഹബീബുല്ലാഹി തമായുദിച്ച നൂറേ ഹബീബ് നബിയുല്ലാഹി ഉരുകുന്നാരുമിൽ കളർത്തൻ മലർവാടി വിരിച്ച ഗുരുപുതർ ജനിച്ചിടുന്നേ. കരകനകഥനത്തിലനയുന്ന മനുഷ്യർക്ക് കരിവിന്റെ കോളിൽ മണച്ചൊരിഞ്ഞിടുന്നേ. റസൂലുള്ളാഹി ഖാതിമുൽ ഹബീബുല്ലാഹി. അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറയുന്നു, ഉമറേ, ആ മനുഷ്യനെ പൊട്ടിക്കരയാനും വിലപിക്കാനും സങ്കടപ്പെടാനും വേദനപ്പെടാനുമുള്ള കാരണം നിനക്കറിയോ ഉമറേ? ആ മനുഷ്യന്റെ രഹസ്യങ്ങൾ നിനക്കറിയോ ഉമറേ എന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങളെ പറയുന്നു, നബി, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. കാരണം അയാൾ രഹസ്യത്തിലും ഒരുപോലെയാ, പരസ്യത്തിലും ഒരുപോലെയാ. എന്റെ പ്രിയപ്പെട്ട കോട്ടൂരുകാരാ, എനിക്ക് പറയാൻ പറ്റോ, നിങ്ങൾക്ക് പറയാൻ പറ്റോ? ഈ വാക്ക് പറയുമ്പോ ഞാൻ എത്ര മാന്യനാ, ഈ ഇരിക്കുമ്പോ നിങ്ങൾ എത്ര മാന്യന്മാരാണ്. ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് ഈ പരസ്യം പോലെ രഹസ്യമുണ്ടോ? എന്നാലും തങ്ങൾ പറയുന്ന നബിയേ, അയാളെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് കരയാ? ഉമറയാളുടെ കരച്ചിൽ നിനക്ക് കേൾക്കുന്നുണ്ടല്ലോ ഉമറേ. ആ മനുഷ്യന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കും പിടിയില്ല, നിനക്കും പിടിയില്ല. ആരെങ്കിലും അറിയുന്ന ആളെ പോയിട്ട് അന്വേഷിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു തആല നേരെ ഓടാണ് ആരെ വീട്ടിലേക്ക്? ആ മനുഷ്യന്റെ രഹസ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ വായിച്ചറിയുന്ന ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നമ്മുടെ രഹസ്യമെല്ലാം നിങ്ങൾ പറയും. കോട്ടൂരുകാർ ഇല്ല, എന്റെ ഭാര്യക്ക് എന്റെ രഹസ്യം ഒന്നും അറിയാനാണ്. അറിഞ്ഞിട്ട് അറിയാത്തവരല്ലാതിരുന്നത്, അറിഞ്ഞിട്ട് അറിയാത്തവരെ പോയിട്ട് രാത്രി ചോദിക്കണം, എന്റെ രഹസ്യം നിനക്കറിയോ? അല്ല, അറിയാമെന്നോ? നീ ഓളെ ഉമ്മാനെയാലും ഉപ്പാനെ വിളിക്ക്. 150 ഇന്ന് രാത്രി നിനക്ക് കിടന്നുറങ്ങാനുണ്ടാവില്ല, പിടികുട്ടിക്കലുണ്ടോ? ഭാര്യ എങ്ങനെയാ? അതുകൊണ്ടാണ് ഭാര്യ ബഹുമാനിക്കണം, ഭർത്താവ് ദീൻ പഠിപ്പിക്കാൻ റസൂൽ പറഞ്ഞാണ്. ബഹുമാനിക്കണം പറഞ്ഞാൽ ഇന്ന് രാത്രി പെട്ടെന്ന് നീ ചോറ് വാങ്ങിയിട്ട് ഇവരക്കെത്തി ഭാര്യ കണ്ടു ലേറ്റായി മേടിച്ച് സെൽഫി എടുക്കുന്നില്ല, ഉള്ളത് കിട്ടാൻ നാളെ തെളിവ് പോലെ കിട്ടാൻ. പിന്നെ ഒരു ആദരവ് മനസ്സിൽ ബഹുമാനം വേണം. അതിന്റെ ഒരു രഹസ്യം എന്തെന്നറിയോ? ഇതിന്റെ എല്ലാ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തുസൂക്ഷിപ്പുകാരിയാണ് ഈ പെണ്ണിനോട് പോയി ചോദിക്കുന്നു, പെണ്ണേ, മദീനത്തെ പള്ളിക്കാട്ടിൽ നിന്റെ ഭർത്താവ് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക, നരകത്തിന്റെ തീനാളം കൊണ്ട് അയാളെ പൊരിച്ചുകൊണ്ടിരിക്കുക, എന്താ നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റ്? ഏതൊരു ഭാര്യ ഇത് കേട്ടാൽ കരയും. ആ പെണ്ണ് ചിരിച്ചിട്ട് പറഞ്ഞു, ഉമർ നീ എന്ത് പറയുന്നത്? ഇതാരും എന്റെ ഭർത്താവ്. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലൂത്ത മനുഷ്യൻ, അയാൾ ഏവൻ മനുഷ്യനാണ്. ഉമർ വന്നിട്ട് ലഭിതങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല, പോയി ചോദിക്കുമാറായി ഉണ്ടാവും. തങ്ങൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ആ വീട് രക്തമുട്ടി. ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ ഭർത്താവ് എന്നെ വീട് നോക്കിയിട്ട് മുത്തുലഭിതങ്ങളും പറഞ്ഞു, എന്താണ് അയാളുടെ രഹസ്യം? ഇല്ല, ഒരു വലിയ ഒരു വിചിന്തനം നടത്തുപെണ്ണേ. ആ പെണ്ണ് ഒരുപാട് നേരം അഗാധമായ വിചിന്തനം നടത്തി. അവസാനമായി ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കള്ളുകുടിയെ കുറിച്ചല്ല, നിസ്കാരത്തിനെ കുറിച്ചല്ല, നോമ്പടിക്കാത്തതിനെ കുറിച്ചല്ല,
കുറിച്ചല്ല, ഫിത്ന ഫസാദ് പറഞ്ഞതിനെ കുറിച്ചല്ല. ആ പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഒരൊറ്റ കുറവ് പറയുകയാണ്. എന്തെന്നറിയോ? ആ പെണ്ണ് പറയാണ്, ആയിരിക്കാം എന്റെ ഭർത്താവുണ്ടല്ലോ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പുണ്ടല്ലോ നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനായ ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യനോടെന്തോ സംസാരിച്ച് വഴക്കിട്ട് അവസാനം അവർ പിണക്കത്തിലായി. അവർ അങ്ങനെ ചെറിയ ഒരു തർക്കത്തിലായി, അവസാനം വഴക്കിട്ട് പിണക്കത്തിലായി. എന്റെ ഭർത്താവ് മരിക്കുന്നത് വരെ ആ മനുഷ്യനോട് മിണ്ടിയത് ഞാൻ കണ്ടിട്ടില്ല ഉമറേ. എന്റെ ഭർത്താവ് മരിക്കുന്നത് വരെ ശുഐബ് എന്ന് പറയുന്ന അയൽക്കാരനോട് 4 ദിവസത്തിന്റെ പിണക്കത്തിലായ ആള് മരിച്ചു ഉമറേ. ഈ ഒരു കുറവാണ് ഞാൻ കണ്ടതല്ലാതെ എന്റെ ഭർത്താവിന്റെ പക്കൽ നിന്നൊന്നും കണ്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ അരികിലോട് വരികയാണ്. അല്ലാഹു റസൂലിനോട് പറയുന്നു, നബിയേ, ആ പ്രിയപ്പെട്ട പെണ്ണ് പറഞ്ഞ നബിയെ ശുഐബിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ ശുഐബിനെ വിളിച്ചു വരുത്തുകയാ. ശുഐബിനോട് ചോദിക്കുന്നു, ശുഐബ്, ഈ മനുഷ്യനോട് നീ 4 ദിവസത്തിൽ പിണക്കത്തിലായിരുന്നു എന്ന് ചോദിക്കുമ്പോ ശുഐബ് പറയുന്നു, നബിയെ, ചെറിയൊരു തർക്കമുണ്ടായതാണ്. അയാൾ അല്ലാഹുവിന്റെ വിളിയാളത്തിൽ ഉത്തരം ചെയ്ത് ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് എനിക്കറിഞ്ഞിരുന്നില്ല നബിയെ. അയാൾ മരിക്കുന്നതിന്റെ മുമ്പ് എന്നോട് മിണ്ടിട്ടുമില്ല, പിണക്കത്തിലായി മരിച്ചതാണ്. പൊട്ടിക്കറിയുന്നത് കാണുന്നില്ല ശുഐബേ. ഞാനിവിടെ പോയി ദ്വാരന്ന് യാസീനോദി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ അയാളെ കബറിന്റെ തീനാളം കെട്ടുപോയിട്ടില്ല, അയാളെ ഒച്ചപ്പാടപെടുന്ന് നിലച്ചിട്ടില്ല. ആ മനുഷ്യന് വേണ്ടി പോയി ദ്വാരക്കോ പൊരുത്തപ്പെടുവോ എന്ന് ചോദിക്കുമ്പോ ശുഐബ് ഖബറിന്റെ അടുത്ത് പോവുകയാണ്. ശുഐബ് യാസീനോദുകയാണ്. ശുഐബ് ഖബറിന്റെ അരികിൽ ദുആ ചെയ്ത് മാപ്പ് കൊടുത്തപ്പോ ശുഐബ് ഒരു ആലിമല്ല, ആരിഫല്ല, സൂഫിയല്ല, ആബിദല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കൂലിപ്പണിക്കാരനായി നിന്ന് ശുഐബ് ഉണ്ടല്ലോ, ആ മനുഷ്യന് പുറത്തു കൊടുത്തപ്പോഴല്ല ഖബറിന്റെ ഉള്ളിലുള്ള തീനാളം കെട്ടുപോവുകയാണ്, നിരവധി അസ്തമിച്ചു പോവുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ജസാകല്ലാഹു അന്നാ ഖൈറൻ ജസാഇ യാ ഹബീബല്ലാഹ്. നബി, എത്ര കാലമായി നബി ഖബറിന്റെ ഉള്ളിൽ എന്റെ മയ്യത്ത് വെച്ചത് മുതൽക്ക് പൊട്ടിക്കരയാ. മലക്കുകൾ എന്നെ തീനാളത്തിലിട്ട് ശിക്ഷിക്കുകയാ, എന്നെ തണ്ട് കൊണ്ടടിക്കുകയാ. ഈ നിലവിളി ഞാൻ ഒരുപാട് ദിവസമായി നബി ആരും കേട്ടിട്ടില്ല. എന്റെ പുന്നാര നബിയേ, 4 ദിവസത്തിന്റെ പിണക്കത്തിന്റെ കാരണം കൊണ്ട് മാത്രം എന്നെ അല്ലാഹു ശിക്ഷിച്ചതാണ്. ആ ശിക്ഷയിൽ നിന്ന് കരകയറ്റിയ നബിയെ നിങ്ങളെ ദറജ അല്ലാഹു ഉയർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശുഐബ് വളർന്ന് അസ്തമിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട കോട്ടൂരിലുള്ളവരെ, ഒരു മനുഷ്യന്റെ, ഒരു അയൽവാസിയുടെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, 4 ദിവസത്തിന്റെ പിണക്കമുണ്ടല്ലോ. ആ മനുഷ്യൻ ആരാധിച്ച ആരാധനകളെ മുഴുവനും നിഷ്ഫലമാക്കി അയാൾക്ക് നരകത്തിന്റെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു പോയെങ്കിൽ ലോകം മുഴുവനും ആരാധിച്ചു കഴിഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം വലിയ പർവ്വത സമാനമായ ഇബാദത്ത് നിങ്ങൾ പടച്ചവന് സമർപ്പിച്ചാൽ നിന്റെ അയൽവാസിയുടെ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, നിന്റെ അയൽവാസിയുടെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, നിന്റെ സർവ്വ അമലുകളെയും പൊളിച്ചു കളയുകയാ. അതുകൊണ്ട് സൂക്ഷിക്കണേ, അയൽക്കാല കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജാഗ്രത വേണേ. കാരണം എപ്പോഴാണ്, ഏത് സമയത്താണ് അല്ലാഹു വിളിക്കുകയെന്ന് പറയാൻ പറ്റൂല. എത്ര പെട്ടെന്നുള്ള മരണങ്ങളാ, എത്ര പെട്ടെന്നുള്ള മരണങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെ എന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് മരിച്ചു പോയി. എങ്ങനെയെന്നറിയോ? 40 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. വലിയ ഫംഗ്ഷനുമായും ഭർത്താവുമൊക്കെ ഒരുക്കി ആളുകളെയും കുടുംബത്തെയും നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടാൻ എന്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു സദ്യ ഒരുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയിലായിരുന്നു.
നാളെ 40 ആണെങ്കിൽ തലേ ദിവസം രാത്രി 2 ദിവസത്തിന്റെ മുമ്പുള്ള സംഭവമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അടുത്ത് കടന്നു ചെല്ലുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്താണ്. പടച്ച റബ്ബേ, അങ്ങനെ അന്നത്തെ രാത്രി സന്തോഷത്തോടെ ഉറങ്ങുകയാണ് ഭാര്യയും ഭർത്താവും. 2 ദിവസത്തിന്റെ മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. നാളെ എന്റെ പ്രിയപ്പെട്ടവരെ 40 ആണെങ്കിൽ തലേ ദിവസം കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടരുമ്പോ കുഞ്ഞ് അലരുകയാ, പൊട്ടിക്കരയുകയാ. നാളെ ഒരു ബുധനാരിയെ പോലെ ചമയേണ്ട ഒരു പെൺകുഞ്ഞിന്റെ കഥയാ. 40 ദിവസത്തിന്റെ കുഞ്ഞാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഡോക്ടർമാരെ അടുത്തു കൊണ്ടുപോയപ്പോ ഡോക്ടർമാർ പറഞ്ഞ് ഈ കുഞ്ഞിന്റെ ഹൃദയം പൊട്ടിയിരിക്കുകയാണ്, ആ കുഞ്ഞിന്റെ രക്തം ചാലിട്ടൊഴുകിയിരിക്കുകയാണ്, അവിടുത്തെ ഹൃദയം കഷണം കഷണമായി ധരിച്ചിരിക്കുകയാണ്. എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോ മിണ്ടുന്നില്ല. അവസാനമായി ഉമ്മ പറഞ്ഞു, നല്ല തടിച്ച പെണ്ണാണ്. തന്റെ കൈ അറിയാതെ രാത്രി ആ കുഞ്ഞിന്റെ മുകളിൽ ഇങ്ങോട്ട് വന്ന് വെച്ചപ്പോ ആ കുഞ്ഞ് ശ്വാസം മുട്ടിയതാണെന്ന് പറയുമ്പോ അസ്രായീൽ എന്നെയും വരാ. കണ്ടില്ലേ വാൾപ്പാറയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, രമ്യാർമ്യങ്ങളും ഒരുപാട് നല്ല നല്ല കണ്ണിന് കുളിമയേകുന്ന കാഴ്ചകളെ കാണാൻ പോയവർ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാനാവുന്ന വഴിമതിയാണ്. 5:15 വീഡിയോ എടുത്ത പെണ്ണുങ്ങളും ആണുങ്ങളും 10 മിനിറ്റിനകം എന്റെ പ്രിയപ്പെട്ടവർ 800 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ചു പോയ ലോകത്താ. 8 വയസ്സുള്ള കുഞ്ഞുമക്കളും പാമ്പ് വെടിവെച്ച് അടിയേറ്റ് മരിച്ചു പോയ ലോകത്താണ്. അതിലൊരു ഉമ്മ പറയുന്നത് എന്റെ കണ്ണീരവടന്ന് ദീപിച്ചു പോയി. ഇതാ ഉമ്മ പറയുന്നത്, രാത്രി ഒരുപാട് കളിച്ച് രസിച്ച് കിടന്നിറങ്ങിയ മോനാ. രാത്രി പോലും അവന് മിണ്ടിയിട്ടുണ്ട്, വയറുവേദന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും പിറ്റേ ദിവസം മയ്യിത്തായി കിടക്കുന്ന പൊന്നുമോനെ ലോകത്ത് കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും ഗ്യാരണ്ടിയില്ല. ഹൃദയാഘാതം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഷോക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം കാരണം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അല്ലാതെ വിളിക്കെല്ലാവരും ഓരോരുത്തരും ഉത്തരം ചെയ്ത് പോകുമ്പോ ഇന്നവരാണെങ്കിൽ നാളെ നമ്മളായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ വാദം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് പറയുകയാണ്, ഗ്യാരണ്ടി ഇല്ലാതെ എപ്പോഴാണ് മടങ്ങി പോകാൻ പറ്റുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് നന്മകൾ വർദ്ധിപ്പിച്ചോ, അവരിലേക്ക് വല്ലതും ഉണ്ടാക്കി വെച്ചോ. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മണ്ണറ കൂടിൽ കിടക്കുമ്പോ നിന്റെ ഭാര്യയോ മക്കളോ കുടുംബമോ തിരിഞ്ഞു നോക്കാനില്ലാത്ത ലോകത്തേക്ക് സ്വതക കൊണ്ട് കബറിനെ ധന്യമാക്കിക്കോ, ആരാധനകളെ കൊണ്ട് ധന്യമാക്കിക്കോ, അവരിലേക്ക് പ്രകാശം ഇരട്ടിപ്പിച്ചോ. ബന്ധങ്ങളെ തകർത്തെറിയാതെ വരക്കാരന്റെ മനസ്സിന്റെ വേദനയ്ക്ക് കാരണക്കാരാവാതെ ധരിച്ചു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും നാട് ചേർത്ത് സദസ്സ് ചേർത്ത് ആവശ്യം എല്ലാവരും ഇരിക്കണം. എല്ലാവരും വളരെ സന്തോഷമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ ഒത്തൊരുമ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നല്ല തരാന്തരമായ മക്കൾ മുഖേന അള്ളാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാനായ ഗൗസുൽ ആലമിന്റെ അല്ലേ അടുത്ത കൊല്ലത്തേക്ക് ഇറച്ചി മഹാനായ ഗൗസുലാദങ്ങളുടെ പേര് ഗൗസുലാദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വളരെ തന്നെ പറഞ്ഞ് ഒരുപാട് ദിവസങ്ങളോട് പറയുന്നു. ചെറിയൊരു സംഭവം എന്റെ പ്രിയപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ മുറിയിൽ പിടിച്ചാൽ ഇപ്പൊ കുറേ ആൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും യുദ്ധമെല്ലാം തീർന്നേ, യുദ്ധത്തിന്റെ വിഷയത്തിലേക്കാണ് പോകണ്ടേ. അതായത് ഒരുപാട് പരിപാടികളൊക്കെ ക്യാൻസൽ ആവുക, എന്താണ് യുദ്ധം, യുദ്ധം. അപ്പൊ യുദ്ധത്തിന്റെ വിഷയം നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത വർഷത്തേക്കാണ് നമ്മൾ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ഒരു ദിവസം വൈകുന്നേരം വുളൂ ചെയ്തു മഹാനുഭാവൻ പള്ളിയിലോട്ട് ഇങ്ങനെ കയറാനിരിക്കുമ്പോൾ കയ്യിൽ ഇപ്പോഴത്തെ പോലെ ഇന്റർലോക്കോ അല്ലെങ്കിൽ മാർബിളോ ഇട്ട പള്ളിയൊന്നും അല്ല, മണലുള്ള പള്ളിയായിരുന്നു. 2 ചെരുപ്പും പിടിച്ച് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അതിനെ വലിച്ച്
ശിഷ്യന്മാർ അത്ഭുതത്തോടും കൂടെ തങ്ങളെ ചോദിച്ചു, അല്ല തങ്ങളെ എന്താ കാണിച്ചത്? കണ്ടില്ല. അങ്ങനെ ശിഷ്യന്മാർ പലരും മഹാനായ കൗസലാദ തങ്ങളെ നോക്കി അത്ഭുതത്തോടെ കണ്ട കാഴ്ച മടങ്ങി. 40 ദിവസം കഴിയുമ്പോ മഹാനായ കൗസലാദ തങ്ങൾ 40 ദിവസത്തിന്റെ മുമ്പ് എരിഞ്ഞ അതേ 2 ചെരുപ്പുമായി ഒരു സംഘം ആളുകൾ വരികയാണ്. അവർ ഒന്ന് പറയാണ്, കൗസലാദ തങ്ങളെ മുറുകെ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. മഹാനായ കൗസലാദ തങ്ങളോട് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട തങ്ങളെ, ഞങ്ങൾ ഒരു യാത്രാസംഘമായി കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു കവർച്ചാ സംഘം ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം കവർച്ച ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഞങ്ങൾ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചപ്പോ നിങ്ങളുടെ ഈ 2 ചെരുപ്പുകൾ വന്ന് അവരെ അടിച്ചിടിച്ചങ്ങോട്ട് താറുമാറാക്കി. അത് ഞങ്ങളെ ഈ 2 ചെരുപ്പ് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ നേരെ ഈ സമ്മാനം മുഴുവൻ നിങ്ങൾക്ക് നേർച്ച വെച്ച് കൊണ്ടുതന്നത് എന്ന് കൗസലാദങ്ങളോട് മഹാനായ കൗസലാദങ്ങൾ പറയാണ്, എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാലവെല്ലുന്നവർ. ഇൻഷാ അല്ലാഹ് പാരമ്പര്യത്തിന്റെ ആദ്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ നിന്റെ വക 10 കിലോ, എന്റെ വക 15 കിലോ, കയ്യിലുണ്ടെങ്കിൽ 50 കിലോ അല്ലെങ്കിൽ 5 കിലോ ഇൻഷാ അല്ലാഹ് ആരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പാതിരാ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം കൊടുക്ക റബ്ബേ. നാളെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഖബറിൽ തണലാക്ക റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ലോകമാ. ഔസുലാദങ്ങളുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളെയും ഈ സ്വതക്ക ചെയ്യുന്നവരെയും അവരുടെ കുടുംബത്തെയും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഈ സ്വതക്കാതിനുള്ള സബബാക്കണേ അല്ലാഹ്. പറഞ്ഞിട്ടുണ്ട്, എല്ലാ പരാതികളെയും തടയുന്നതാണ് സദഖ. ആ സദഖയുടെ വകുപ്പിൽ ഇത് കൊടുക്കണേ അല്ലാഹ്. ആരെങ്കിലുണ്ടോ? സദസ്സം പെട്ടെന്നോ ഖാദിർ സി ചോപ്പ 5 കിലോ ഇറച്ചി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്ത് കൊടുക്ക റബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. സി എ മുഹമ്മദ് കുഞ്ഞി ചോപ്പളം 5 കിലോ ഇറച്ചി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഫരീദ 5 കിലോ ഇറച്ചി. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ജീവിതത്തിനും കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഐശ്വര്യം ഏറ്റി നൽകണേ അല്ലാഹ്. 5 കിലോ പറയാൻ താല്പര്യമില്ല, പെട്ടെന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു കൊല്ലം നിങ്ങൾക്ക് അവധിയിട്ട് അടുത്ത കൊല്ലാണ് കൊടുക്കേണ്ടത്. അടുത്ത കൊല്ലം 5 കിലോ ഇറച്ചി. അബ്ദുറഹ്മാൻ ഓട്ടച്ചാൽ 10 കിലോ. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാഹ്. ഈ സദഖ ചെയ്തവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. 5 കിലോ പറയാൻ കഴിയാത്തവരാണ്. ബാലച്ചനോട് 10 കിലോ ഇറച്ചി. അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാഹ്. വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്തു കൊടുക്ക റബ്ബേ. സന്തോഷമുള്ള ജീവിതത്തിലേക്ക് വഴി നടത്തണേ റബ്ബേ. മുഹമ്മദ് മൂലെടുക്ക മുഹമ്മദ് മൂലെടുക്ക എന്ന് പറയുന്ന സഹോദരൻ പടച്ചാപ്പെ മക്കളായാൽ ഇങ്ങനെയാകണം റബ്ബേ.
മരിച്ചുപോയ വാപ്പയും ഉമ്മയും ആറടി മണ്ണിലാണ്. ആ ആറടി മണ്ണിൽ പടച്ചവനെ നിന്റെ പരിശുദ്ധ ഭൂഗർഭത്ത് കബൾത്തടം മണ്ണറയിലേക്ക് ചേർത്ത് വെക്കുന്ന മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് അടുത്ത കൊല്ലത്തേക്കുള്ള മുഴുവനും അരി ആ സഹോദരൻ ഭക്ഷണത്തിനുള്ള അരി വാഗ്ദാനം ചെയ്തു റബ്ബ്. ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ആ സ്വതക്കയെ തണലാക്കി കൊടുക്കുനാഥാ. ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ, സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. ഖബറിലേക്ക് ഈ സ്വതക്കയുടെ വെളിച്ചം എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ സ്വതക്കയുടെ മിസ്ൽ സവാബ് ഖബറിൽ തണലാവുന്ന അമലാക്കണേ അല്ലാ, പ്രകാശിക്കുന്ന അമലാക്കണേ അല്ലാ. ആ സഹോദരന്റെ മാതാപിതാക്കള് സ്വർഗീയ ലോകത്ത് കാണാനുള്ള ഭാഗ്യം കൊടുക്കറബേ. അദ്ദേഹത്തിന്റെ കൃഷിയിലും ജോലിയിലും ബിസിനസ്സിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ നാളെ ആക്കിപ്പത്ത് നന്നായി മരിക്കാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും ഭാഗ്യം കൊടുക്കണേ അല്ലാ. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോ ഇതേപോലെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയിട്ട് കൊടുത്ത് ബർസഖിലേക്ക് നല്ല നല്ല ഹദിയകൾ കൊടുത്തേക്കുന്ന മക്കളാക്കി അദ്ദേഹത്തിന്റെ പാരമ്പര്യ സന്താനത്തെ ഖിയാമത്ത് നാൾ വരെ നീ മാറ്റണേ അല്ലാ. അബ്ദുള്ള ചോപ്പളം 5 കിലോ ഇറച്ചി ആഫിയത്ത് കൊടുക്കുനാഥാ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മരിച്ചുപോയ കുടുംബത്തിലുള്ള ആരൊക്കെയുണ്ടോ അവിടെ ഖബറിലേക്ക് ആ സദഖയെ നീ തണലാക്കുറബ്. പ്രകാശിക്കുന്ന അമലാക്കണേ അല്ലാ, സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ ഖബറിലത് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഈ സദഖ ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുനാഥാ. അത് 5 കിലോ റാഷിദ്, അബ്ദുറഹ്മാൻ എന്നിവരെ 5 കിലോ ഇറച്ചി 15 കിലോ മൊത്തം. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ആ സഹോദരങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെയും അകറ്റുനാഥാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ദീർഘായുസ് നൽകണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സർവ്വ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നവരെ നീ കരകയറ്റണേ നാഥാ. ഫാസിൽ മളിയാർ 10 കിലോയിൽ ഉള്ളി അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കനാഥാ. മുഹമ്മദിൽക്കും 5 കിലോ ഇറച്ചി ആഫിയത്ത് കൊടുക്കനാഥാ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സർവ്വ പ്രയാസങ്ങളെയും അകറ്റി കൊടുക്കനാഥാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം സമ്മാനിക്കറബേ. സദസ്സുമാര് പറഞ്ഞില്ല 5 കിലോ പറയാൻ കഴിയുന്ന അല്ലെ 2, 3 എത്ര കഴിഞ്ഞ അത്ര പറഞ്ഞു ഉണ്ടോ? അല്ല അപ്പുറപ്പുറത്ത് ജസ്റ്റാക്കില്ല, എല്ലാ സദസ്സിനെ പറഞ്ഞതാ. പെട്ടെന്ന് പറഞ്ഞു ആരുണ്ടോ? ദ്വായിലേക്ക് പ്രവേശിക്കാൻ പെട്ടെന്ന് പറയുണ്ടെങ്കിൽ ഇവിടുത്തെ ബാല്യക്കാരെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഏത് ബാല്യക്കാരെല്ലാം അകന്ന് നിൽക്കുന്നത്. ഇത് അത് 4 വയസ്സമാർക്ക് കമ്മിറ്റിക്കാർ. പക്ഷേ ഈ കമ്മിറ്റിയും ബാലക്കാരുടെ ഒത്തൊരുമ കാണുമ്പോൾ സന്തോഷമാവുകയാണ്. അല്ലാഹു അവിടെ ഐക്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കട്ടെ. സന്തോഷമുള്ള ജീവിതം അല്ലാഹു സമ്മാനിക്കട്ടെ. മുഹമ്മദ് അൽക്കം എന്ന് പറയുന്ന സഹോദരൻ 5 കിലോ അരിയും കൂടി പറഞ്ഞിരിക്കുകയാണ്. ആഫിയത്ത് കൊടുക്കനാഥാ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചവരുടെ ഖബറിലേക്ക് ആ സ്വതക്കയെ നീ തണലാക്ക് റബ്ബേ. പറയാൻ താല്പര്യമുള്ള ആളെന്ന് പറയും. ആരും നിർബന്ധിക്കുന്നില്ല.
പ്രയാസമുള്ളവരെ ഒരു ചാക്കുള്ളി അള്ളാഹു ആഫിയത്ത് കൊടുക്കണം. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കനാഥാ. ഫാത്തിമാമളിയാർ എന്ന് പറയുന്ന സഹോദരൻ 5 കിലോ ഇറച്ചി ആഫിയത്ത് കൊടുക്കനാഥാ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കറബ്ബേ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ആ സദഖയെ ഫാത്തിമാന്റെ സദഖ നീ തണലാക്കണേ അല്ലാ. നാളെ നിന്റെ സ്വർഗത്തിനെതിയായ ഫാത്തിമ ബീവിയോടൊപ്പം ആ മാതാപിതാക്കൾക്കും ഈ സഹോദരിക്കും കുടുംബത്തിനും ഒരുമിച്ച് കൂടാ ഈ സദഖയെ നീ സബബാക്കണേ റബ്ബേ. ജുനൈദ് 12 മൈൽ 5 കിലോ ഇറച്ചി ആഫിയത്ത് കൊടുക്കറബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളെ അകറ്റണേ അല്ലാ, ആ സഹോദരന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ കുടുംബക്കാരൊക്കെയുണ്ടോ അവരുടെ ഹദറത്തിലേക്ക് വിളിച്ചു റബ്ബേ. ആ സദഖയെ നീ തണലാക്കണേ അല്ലാ, ഖബർ വിശാലമാക്ക റബ്ബേ. ആരാണ് സുഹൃത്തുക്കൾ? 5 കിലോ പറയാൻ കഴിയുന്ന ആളാരില്ലേ? പെട്ടെന്ന് പറയും. 5 ആണെങ്കിൽ 5, 3 ആണെങ്കിൽ 3, 2 സഹോദരിമാർക്ക് പറയാം. ഒരു കൊല്ലത്തിന്റെ അവധിയാണ് നമുക്ക് തരുന്നത്. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു സദഖയോട് ബന്ധപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പെട്ടതാണ് പെട്ടെന്നുള്ള മരണം. അള്ളാഹു ഒരു പക്ഷേ സദഖ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മരണത്തിന് തടയാൻ ഒരു സബബാക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരും ഇഷ്ടമായി സദസ്സിലുണ്ടാവോ കൊടുക്കാനുണ്ടാവോ എന്നൊന്നും അറിയില്ല. കൊടുത്താൽ തീർന്നു പോകും, മക്കൾക്കും ഭാര്യക്കൊക്കെ തീർന്നു പോകും എന്നുള്ള ബേജാറാണ് കുറച്ചാളൊക്കെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളൊന്ന് ഓർക്കാനോ ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു മുതൽകൂട്ടാണ് തണല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന 2 ആണെങ്കിൽ 2, 5 ആണെങ്കിൽ 5, 3 ആണെങ്കിൽ 3, ഒരു കൊല്ലത്തിന്റെ അവധിയും കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ഉച്ചഭവിക്കാൻ 5 കിലോ അരി, കബീർ ഭവിക്കാൻ 15 കിലോ അരി. അള്ളാഹു ആഫിയത്ത് കൊടുക്കുന്നതാ. ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാഹ്. അവിടെ നിന്ന് മരിച്ചുപോയ ഹദറത്തിലേക്ക് സദഖ തണലാക്കണേ അല്ലാഹ്. 5 കിലോ ഇറച്ചി അല്ലാഹുവേ പഠിച്ചവന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാഹ്. ഈ സദഖ ചെയ്ത ഓരോരുത്തർക്കും ഈ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അച്ചുമുള്ളേരിയ 3 കിലോ ഇറച്ചി പഠിച്ച റബ്ബേ ആഫിയത്ത് കൊടുക്കണേ, അത് ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാഹ്, സന്തോഷമുള്ള ജീവിതം അവർക്ക് നീ സമ്മാനിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് 12 മണി സമയം കഴിഞ്ഞു. പെട്ടെന്ന് ആരെങ്കിലും ഒരു 2 കിലോ പറയുന്ന ആളുടെ ഉണ്ടാ? അതെല്ലാം പറഞ്ഞതല്ലേ, സദസ്യന്മാർ പറഞ്ഞിട്ടുണ്ടാവുന്നല്ലേ. 2 കിലോ 2 കിലോ ഇറച്ചി കാര്യത്തിലുള്ള വേണോ? പെട്ടെന്ന് പറയാം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുക. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഈ സദസ്സിന്റെ അവസാനത്തിൽ 25 കിലോ ഇറച്ചി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെല്ലാം നീ ആ പേര് മറച്ചത് വെച്ചതുപോലെ മറച്ചു വെക്കണം റബ്ബേ. ഈ പാതിരാത്രിയുടെ ദുആ അദ്ദേഹത്തിന് നീ നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. പഠിച്ചവരെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മൺമറച്ചിട്ടുണ്ട് അവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിദ്ര സവാബ് തണലാക്കണേ അല്ലാഹ്.
സന്തോഷമുള്ള ജീവിതം അദ്ദേഹത്തിനും കുടുംബത്തിനും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് പഠിച്ചവനെ അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ്. ചോപ്പള്ളം 10 കിലോ ഉള്ളി, മുഹമ്മദ് ഓട്ടച്ചാൽ 5 കിലോ ഇറച്ചി, റാബിയ 5 കിലോ ഉള്ളി. അള്ളാഹുവെ പഠിച്ചവനെ ഓരോരുത്തർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ അകറ്റണേ അല്ലാഹ്. മൺമറഞ്ഞവരുടെ ഖബറിലേക്ക് അതിന്റെ ബിസിൽ സവാബുകൾ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ മാമാന്റെ പേരിൽ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ 5 കിലോ ഇറച്ചി. അള്ളാഹുവെ മരിച്ചുപോയ മാമയുടെ ഹദ്റത്തിലേക്ക് ആ സുദഖ നീ തണലാക്കണേ റബ്ബേ. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗീയ കൂടാരമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് ചുരുങ്ങിയ ദുആ, കൂടുതലൊന്നും നീട്ടാല. പുറത്തുള്ള ആളുകളൊക്കെ അകത്തേക്ക് കയറുക. ഭക്ഷണമൊക്കെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അകത്ത് വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റിന്റെ ദുആ. ഇൻഷാ അല്ലാഹ് കൂടുതലായി നോക്കില്ല. ആദ്യത്തെ സംസാരത്തെ ഉസ്താദൊക്കെ ദുആ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഒരു 5 മിനിറ്റ് എല്ലാവരും നിൽക്കി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞല്ലേ പുറത്തേക്കാണ്. ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി, ഫ്രണ്ടിലേക്ക് പോയി, നിങ്ങളെ കാണട്ടോ. ഫ്രണ്ടിലേക്ക് പോയി, ഫ്രണ്ടിലേക്ക്. ബാക്കിൽ ബംഗാളുണ്ടെങ്കിൽ അടുത്ത മധ്യത്തിൽ മതി. അവൻ്റെ ബാക്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ബാക്കിൽ മതി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, أستغفر الله العظيم، أستغفر الله العظيم. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദ്വാന്റെ അടുത്ത് പെട്ടെന്ന് പറയാം. ഷബീർ 5 കിലോ, നസീർ 5 കിലോ, ഇജാസ് 5 കിലോ. അള്ളാഹുവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിതം അവർക്ക് സമ്മാനിക്കട്ടെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ അവർക്ക് അസുഖത്തെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വയുവാഫി വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അർഹമർ റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ ജല്ലജലാലായ കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ ഈ സംഗമം സ്വീകരിക്കണേ അല്ലാഹ്. പൊരുത്തപ്പെടണേ അല്ലാഹ്. നാളെ മരിച്ചു കിടന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരുടെ മണ്ണിൽ ഇൽമിന്റെ സദസ്സിന്റെ പ്രകാശം ഞങ്ങൾക്ക് നീ തരണേ നാഥാ. പഠിച്ചവരെ ഞങ്ങൾ അതിനും അറിയാതെയും രഹസ്യമായും പരസ്യമായും എത്രയോ ചെറുദോഷങ്ങളും മന്ദോഷങ്ങളും ചെയ്ത കുറ്റവാളികളായ അടിമകളാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. പുറത്തു തരണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. തെറ്റ് ചെയ്ത് കറുത്തിരുണ്ട് പോയ ഞങ്ങളുടെ ഹൃദയത്തെ തൗബ കൊണ്ട് കഴുകിക്കളയണേ അല്ലാഹ്. ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, തൊണ്ടക്കുഴിയിലേക്ക് ഉയർത്തുന്നതിന്റെ മുമ്പ് തൗബ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാഹ്. ആഖിബത്ത് തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യ മക്കളെ, കുടുംബാദികളെ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിൽ നിന്നാമി പറയുന്നവർ, അവരുടെ കുടുംബ സന്താദികൾ ഓരോരുത്തർക്കും മഗ്ഫിറത്ത് നൽകനാഥാ, റഹ്മത്ത് നൽകനാഥാ. കരുണക്കടലായ റബ്ബേ, ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടോ റബ്ബേ.
ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ഈ പാതിരാത്രിയിൽ എണ്ണി പറയാതെ കൽബ് നോക്കി വായിച്ചറിയുന്ന കരുണക്കടലായ നാഥാ പടച്ചറബേ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി താല്ല ഞങ്ങളുടെ പ്രയാസങ്ങളെ അകറ്റണമല്ല വിഷമങ്ങളെ മാറ്റണമല്ല ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യണമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ കടങ്ങളെ വീട്ടാനുള്ള സമ്പത്ത് നൽകണമല്ല വീടില്ലാത്തവരുണ്ട് റഹ്മാനെ അവർക്ക് വീട് നൽകണമല്ല പെൺമക്കളെ കെട്ടിച്ചേക്കാനുള്ളവരുടെ റഹ്മാനെ കുഹൂത്ത ഭർത്താക്കന്മാരെ കണ്ടെത്തണമല്ല പടച്ചവനെ കല്യാണാലോചന നടത്തുന്ന യുവാക്കളുണ്ട് റബ്ബേ സ്വാലിഹത്തായ സഹധർമ്മിണികളെ നൽകുന്നതാ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമല്ല ഡോക്ടർമാർക്ക് മരുന്ന് പിടിത്തമില്ലാത്ത രോഗം തരല്ല അല്ലാ ക്യാൻസർ തരല്ല അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ല അല്ലാ അറ്റാക്ക് തരല്ല അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ല അല്ലാ സ്ട്രോക്ക് തരല്ല അല്ലാ പടച്ചവനെ ചെറിയ ചെറിയ രോഗം തന്ന് മാരകമാക്കല്ല അല്ലാ മഞ്ഞപിത്തം ക്യാൻസർ ആക്കല്ല അല്ലാ പടച്ചവനെ കരൾ സംബന്ധമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഊർജിക്കുന്ന അവസ്ഥ തരല്ല അല്ലാ തലവേദന ട്യൂമർ ആക്കല്ല റബ്ബേ പടച്ചവനെ ഞങ്ങൾ ആരെയും നീ കിടത്തത്തിലാക്കല്ല അല്ലാ ക്യാൻസറിന് അടിമപ്പെടുത്തല്ല റബ്ബേ ഡയാലിസിസ് എന്ന വൃക്കത കരാറ് നൽകല്ല അല്ലാ ഡയാലിസിസിന്റെ അടിമകളാക്കല്ല അല്ലാ കിഡ്നി ഫെയിലാക്കല്ല അല്ലാ പടച്ചവനെ സ്വത്ത് വിറ്റ് ചികിത്സിക്കുന്ന രോഗം തരല്ല അല്ലാ അന്യവന്റെ മുമ്പിൽ വീഡിയോസ് ഇട്ട് കൈനീട്ടി യാചിക്കുന്ന രോഗം ഞങ്ങൾക്കോ മക്കൾക്കോ കുടുംബത്തിനോ ഭാര്യമാർക്കോ നൽകല്ല അല്ലാ പടച്ചവരെ അല്ലാഹുവേ ഒരു കാരണവശാലും ഞങ്ങളുടെ ആരോഗ്യം തിരിച്ചെടുക്കല്ല അല്ലാ വിയത്തൂരിക്കളയല്ല റബ്ബേ പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളെ വെറുക്കുന്ന ജീവിതത്തിലേക്ക് എത്തിക്കല്ല റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ ദുരന്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ അല്ലാഹുവേ വാഹനാപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവൻ ഞങ്ങൾക്ക് ആഫിയത്ത് നിലനിർത്തി താ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നൽകിയ സന്തോഷം ഒരു മിനിറ്റ് കൊണ്ട് ഊതിക്കെടുത്തി കളയല്ല റബ്ബേ അല്ലാഹുവേ ദാരിദ്ര്യമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ പടച്ചവനെ അല്ലാഹു ഇസ്സത്തും അഭിമാനവും അന്തസ്സുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളെ ബാക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന ദുരന്തം കാണിക്കല്ല നാഥാ പടച്ച റബ്ബേ അല്ലാഹുവേ ഈ ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ അല്ലാഹു ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ജൂത ഫാസിസ്റ്റ് ശക്തികളുടെ പടർന്ന് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ മുസ്ലിം എന്നതിന്റെ പേരിലാണ് അവരെ നീ നാമാവശേഷമാക്കണേ അല്ലാ ഇസ്ലാമിന്റെ പട്ടാളത്തിന്റെ ഇസ്സത്തും ശക്തിയും അഭിമാനം കൊടുക്കണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ ഉമ്മത്ത് മുഹമ്മദിന് കാവൽ നൽകണേ അല്ലാ ഇസ്ലാമിനെതിരായി കുതിരവേരി വരുന്നവരെ പരാജയപ്പെടുത്ത റബ്ബ് അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ സാഹിത്യങ്ങൾക്കുള്ള സേവക്കുള്ള കണ്ണേറുകളെ ഫിത്നകളിൽ നിന്ന് കാക്ക റബ്ബ് ഞങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽക റബ്ബ് ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ കഷ്ടപ്പെട്ടവർ അഹോരാത്രി ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ വേർപ്പൊഴുക്കിയവർ സാമ്പത്തികമായി സഹായിച്ചവർ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ പടച്ചവനെ ഈ നാട്ടിലെ പുന്നാരി യുവാക്കൾ ഓരോരുത്തർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ തങ്ങളുടെ കാവൽ നൽകണേ അല്ലാ പടച്ചവനെ പരിപാടി ഓടിയെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാട്ടിലുള്ളവർ അന്യ നാട്ടിലുള്ളവർ സഹോദരങ്ങളെ സഹോദരികൾ പാപ്പന്മാർ ഉമ്മമാർ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നവരെ കാക്കണേ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ നാടുകളിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും നിങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ നിന്നും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ പുന്നാര പ്രവാസികൾക്ക് ആഫിയത്ത് കൊടുക്കനാതാ ആരോഗ്യം നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ സർവ്വ പ്രയാസങ്ങളെയും അകറ്റണേ അല്ലാ സന്തോഷമുള്ള ജീവിതം കൊടുക്കറബ് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണം റബ്ബേ ഞങ്ങൾക്ക് തന്ന പുന്നാര മക്കളെ നീ സ്വാധീനങ്ങളാക്കറബ്
മുത്തഖീങ്ങളാക്കുക റബ്ബേ. ദീനിനും സമൂഹത്തിനും സമുദായത്തിൽ ഉപകരിക്കുന്ന ഭാവിയുടെ വരദാനങ്ങളാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയും ചിന്തശക്തിയും ഓർമ്മശക്തിയുമുള്ള പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. മക്കളുടെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനുകളുടെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളെ ചതിക്കുന്ന ചതിയന്മാരാക്കല്ല അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാധീനമായ മക്കളെ നൽകുറബ്. നിങ്ങളെ പഠിച്ച മുനാഫിയാക്കണേ അല്ലാഹ്. മരണം വരെ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആതീവിന് വേണ്ടി സംഭാവന ചെയ്തവർ, അരിയും ഇറച്ചിയും കൊടുത്തവർ, അടുത്ത കൊല്ലത്തിലേക്ക് വാഗ്ദാനം ചെയ്തവർ, ആഫിയത്ത് കൊടുക്കാനാഥ ആരോഗ്യം നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ പരിപാടി ഏറ്റെടുത്ത് ഭംഗിയായി നടത്തിയവർ, ഇതിന് വേണ്ടി സഹായിച്ചവർ, ഇതിന് വേണ്ടി കാശ് ചെലവഴിച്ചവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ നാടിന്റെ സൗഹൃദം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹ്, ഈ പരിപാടിക്ക് എത്തിപ്പെടാൻ കാരണക്കാരനായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ആ പണ്ഡിതന്റെ ഇൽമിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗം വരെത്തുന്ന ബന്ധമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തോട് ജോലി ചെയ്യുന്ന മുഅദ്ദിനിമി ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിർവഹിക്കാൻ ഈ പുണ്യരാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ പരിപാടിക്ക് ഞാൻ വരുമെന്റെ കൂടെ വന്ന ഡ്രൈവർ പ്രിയപ്പെട്ട റൌഫ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളെയും ഭാര്യയും നീ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ആക്കിപത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചവനങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർ ഓരോരുത്തരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ ലോകത്തവരെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ഓരോരോ കമ്മിറ്റിയുടെ മെമ്പർമാർ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ചവനെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഉത്തരം ചെയ്യണേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഇതുപോലെ മനോഹരമായി മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്തെന്ന പ്രിയപ്പെട്ട സഹോദരൻ തൊഴിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ എല്ലാവിധ കാര്യത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ റബ്ബർ റഹീം ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വാപ്പാന്റെ പേരിലും അതുപോലെ മകന്റെ പേരിൽ രൂപ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب سنين ان شاء الله. اوصيكم بالدعاء. جزاكم الله خيرا. എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാര്യമക്കൾക്കും മാതാപിതാക്കൾക്കും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയിലും നിങ്ങളെ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ അവസാനമായി നന്ദി പറയാൻ വേണ്ടി GCC പ്രതിനിധി സെക്രട്ടറി സവാദ് പട്ടമലെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കിട്ടുന്ന ബർക്കത്താക്കപ്പെട്ട ആ പൊതിയെ ഒരിക്കലും ഹറാമിയത്തിന്റെ ഭക്ഷണമാക്കരുത്. ഒരാൾക്ക് അവകാശപ്പെട്ടത് ഒരു പൊതിയാണ്, 2-3 വാങ്ങി അതൊരു ഹറാമിയത്തിന്റെ ഭക്ഷണമാക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ജുമാ മസ്ജിദ് കോട്ടൂർ രാത്രി നേർച്ചയും ഏകദിന പരമ്പരയുടെ വേദിയാണ്. ആയതിനാൽ എൻ്റെ ഇവിടുത്തെ നന്ദി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട കരീം ഫൈസി കുണ്ടൂർ ഉസ്താദുകൾക്കും അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത മുഹമ്മദ് ഷാഫി ഉദവി വെളിപ്പാടി ഖത്തീബ് ഉസ്താദിനും അതുപോലെ സ്വാഗതം മുഹമ്മദ് കുഞ്ഞി വെളിപ്പാടി അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിച്ച CA മുഹമ്മദ് കുഞ്ഞി ചോപ്പരൻ അവരുകൾക്കും അതുപോലെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് സിറാജുദ്ദീൻ ഫൈസി അവരുകൾക്കും അതുപോലെ ഇവിടെ കൂടി എല്ലാവർക്കും കോട്ടൂർ ഗൾഫ് കമ്മിറ്റിയുടെ പേരിലും GCC കമ്മിറ്റിയുടെ പേരിലും നന്ദികൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.